ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ മകനെ കൊണ്ടൊരു കൊടീശ്വരൻ താൻ കിട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമോ മഹാഭാബി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ വിളിക്കുക നമ്മുടെ ശ്രുതി. എൻ്റെ ദൈവമേ എന്നും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വേണോ ചന്ദ്രേ, ഇതൊക്കെ ശരിയാവുമോ എന്ന് ചോദിക്കുമ്പം വേണം, ശരിയാകും, ഞാനതെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, നീ വാ, നമുക്കിപ്പോൾ തന്നെ പോയി ആ സ്വാമിയെ കണ്ട് ഏലസ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അതിന് ഞാൻ എന്തിനാ വരുന്നത്, നീ പോയാൽ പോരെ, ഞാൻ വരുന്നില്ല, നീ ചെല്ലാൻ പറഞ്ഞു ഭാമ. അയ്യോ, ഞാനൊറ്റയ്ക്ക് പോയി ശരിയാവത്തില്ല, നീയും കൂടി എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ, ഒന്നേ ഭാമയെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചന്ദ്ര ഭാമയെ വിളിച്ചുകൊണ്ട് പോകുക കേട്ടോ. ചന്ദ്ര അവിടെ ചെന്ന് അങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് നീ വന്നേ ഭാമയെന്ന് പറയും. അപ്പം ഞാൻ സാരി മാറിയിട്ട് വരാമെന്ന് പറയാം, അന്ന് വേഗം വാ എന്നും പറഞ്ഞ് അങ്ങനെ പോകുക കേട്ടോ. ഭാമ എന്നേരത്തേക്ക് ഓടി കതിച്ച് ശ്രുതി എവിടെ അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. നിനക്ക് എന്നാ പറ്റി, നീ എന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കണേ, നീ വാ എന്നും പറഞ്ഞ് അങ്ങനെ ചന്ദ്ര പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ ശ്രുതി വീടിനകത്താണല്ലോ. ശ്രുതി എന്നിട്ട് ഇങ്ങനെ ഈ കഥകളെല്ലാം കേട്ടിട്ട് ഇവർ പോയിന്ന് മനസ്സിലാക്കിയപ്പോൾ ഇറങ്ങി വന്നു. വാതിൽ പൂട്ടിയിട്ട് ഭാമ പോശു, എൻ്റെ ദൈവമേ ഇനിയിപ്പോൾ എന്നാ ചെയ്യും, എൻ്റെ ദൈവമേ ഞാനെന്ത് പെട്ടുപോയോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അതിനകത്ത് ഇരിക്കും കേട്ടോ. ഒരു രക്ഷയില്ല അതിൽ നിന്ന് പുറത്ത് ചാടാനായിട്ട്. താൻ പെട്ടു എന്ന് മനസ്സിലായി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ നമ്മുടെ രേവതി അച്ഛന് ഫുഡ് കഴിക്കാൻ കൊടുക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ വർഷയ്ക്ക് എന്തോ ഒരു ഭയങ്കര വല്ലായ്മ. വർഷ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോയി. ആ സമയത്ത് ചെന്ന് ഒമിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് അയ്യോ വർഷയ്ക്ക് എന്ത് പറ്റി എന്ന് രേവതി ഇങ്ങനെ ചിന്തിക്കുക. വർഷയാണെങ്കിൽ ഭയങ്കര ഒമിറ്റിങ്. അപ്പോൾ എല്ലാവരും ആകെ പേടിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ. ഇതെന്താ അവൾക്കിപ്പോൾ പെട്ടെന്ന് പറ്റാൻ, അവളിനി പ്രഗ്നൻ്റ് ആയിരിക്കുമോ എന്ന് രേവതി ഇങ്ങനെ മനസ്സിൽ അന്നേരം ചിന്തിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും രാത്രി പറഞ്ഞതേ ഉള്ളല്ലോ, ഇവളിനി പ്രഗ്നൻ്റ് വല്ല ആയിരിക്കുമോ എന്നിങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ചിന്തിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ശ്രീകാന്ത് ഓടി എഴുന്നേറ്റ് ചെന്നു. ഇങ്ങനെ എന്നാ പറ്റിയ വർഷം ചോദിച്ചു. പുറം തിരുമ്മി കൊടുക്കുക. ഓക്കെ ആയോ എന്നും ചോദിച്ചു. ഇനിയിപ്പോൾ ഭക്ഷണം എങ്ങാനും വയറ്റി പിടിച്ചിട്ടില്ലായിരിക്കുമോ എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ അച്ഛൻ. അതിനവൾ ഭക്ഷണം കഴിച്ചില്ലല്ലോ അച്ഛാന്ന് സച്ചി. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ആകെ വല്ലാത്ത ഒരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക. വർഷം ഇങ്ങനെ കുറേ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ. അപ്പോൾ ഇതെന്ത് പറ്റി എന്താ അപ്പോൾ നീ ഇരിക്കും വർഷേ എന്നും പറഞ്ഞ് രേവതി അവിടെ പിടിച്ചുകൊണ്ടേ ഇരുത്തി. അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ട് നിർബന്ധിക്കുക. പക്ഷേ വർഷയ്ക്ക് കഴിക്കാൻ പറ്റുന്നില്ല. കുറേ വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ പറഞ്ഞ് വെള്ളമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്കും ശ്രീകാന്തിനും ഭയങ്കര പ്രതീക്ഷ. അപ്പോൾ എന്തു പറ്റി എന്താ പെട്ടെന്ന് ഇങ്ങനെയെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഫുഡ് പോയ്സൺ ആണെന്നാണ് തോന്നുന്നത്, ഇന്ന് രാവിലെയൊക്കെ വൊമിറ്റ് ചെയ്തു എന്ന് ഈ വർഷ പറയാം. ഫുഡ് പോയ്സൺ ആയിരുന്നോ എന്നും പറഞ്ഞ ശ്രീകാന്ത് നിൽക്കാം. എന്നാണെങ്കിലും ഇന്നലെ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് പറ്റിയതായിരിക്കുമെന്ന് അച്ഛൻ. അല്ല, അതിന് ഇന്നലെ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചില്ലേ, നമുക്ക് ആർക്കും ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് രേവതി. അത് തന്നെ ഇന്നലെ ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചായിരുന്നു, അതാ കുഴപ്പമായെന്ന് തോന്നണേന്ന് വർഷ പറയുമ്പം എന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകണം. എടാ ഇവളെ കൊണ്ടുപോയി വേഗം ഡോക്ടറെ കാണിക്കാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ വേണ്ട അങ്കിളെ, ഹോസ്പിറ്റലൊന്നും പോകണ്ട എന്ന് വർഷ 2-3 തവണ ഛർദ്ദിച്ചു എന്നല്ലേ മോള് പറഞ്ഞ്. വേഗം ഡോക്ടറെ കൊണ്ട് കാണിക്കുക. ചെന്ന് ഡ്രസ്സ് മാറാൻ പറഞ്ഞു. ഡ്രസ്സ് മാറാൻ പറഞ്ഞു ശ്രീകാന്ത്. വേണ്ട, ഭക്ഷണം കഴിച്ചിട്ട് വേണ്ട, നീ വന്നേ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പിടിച്ചു വലിച്ചുകൊണ്ട് പോവുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുമ്പോൾ ഞാൻ വരണോ എന്ന് ചോദിച്ചു നമ്മുടെ രേവതി. വേണ്ട ഏട്ടത്തിന്ന് ശ്രീകാന്ത്. അപ്പോൾ അവർ പോയിട്ട് വരും മോളെ എന്ന് അച്ഛൻ പറയാം കേട്ടോ. വർഷ ഛർദ്ദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കരുതി അതിനൊക്കെ ഇനി സമയം എടുക്കും മോളെ, അവർ പുതിയ പിള്ളേരല്ലേ, അതെപ്പോൾ വേണമെന്നൊക്കെ അവർ തന്നെയല്ലേ തീരുമാനിക്കുന്നത് എന്ന് നമ്മുടെ അച്ഛൻ രേവതിയോട് പറയാം. അങ്ങനെ അവരിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഭാമയുടെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എങ്ങോട്ടും പോകാൻ ഒരു വഴിയില്ല. അല്ല, പുറകുവശത്തെ വാതിലകത്തൊന്ന് തുറക്കാൻ പറ്റുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഓടി അടുക്കള വശത്ത് ചെന്നു. അങ്ങനെ അടുക്കളയിൽ ചെന്നിട്ട് അടുക്കള ഡോറിൻ്റെ കാര്യം നോക്കുക. അതും പൂട്ടിയിട്ടിരിക്കുക. തുറക്കാൻ പറ്റുന്നില്ല. ഒരു രീതിയിലും ശ്രുതിക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇതും പൂട്ടിയിരിക്കുകയാണല്ലോ, ഇനി എന്ത് ചെയ്യും ഞാൻ, ആൻറ്റി എപ്പോഴാണോ അവ വരിക, നാശം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി മോളിനകത്തിരിക്കണം. ഞാനിനി എന്നാ ചെയ്യും, ശ്രുതി എനിക്ക് നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള പേടിയിൽ ഭയങ്കര വെപ്രാളം കയറി ഇങ്ങനെ നിൽക്കുക. ഇതേ സമയത്ത് എൻ്റെ ദൈവമേ, ശ്രുതി അതിനകത്ത് പെട്ടിരിക്കുകയാണല്ലോ. ഇനി ശ്രുതി അവളിൽ നിന്നും പൂർണ്ണമായി അകന്നു പോവുമോ, അവളെ ഉപേക്ഷിക്കുന്ന ഭയം കാണും അവൾക്ക്, അവൾ വലിയ കടുങ്കയും കാണിക്കുമോ, അവൾ എൻ്റെ വീട്ടിൽ കെട്ടിത്തൂങ്ങി ചാവുമോ, തിരികെ ചെല്ലുമ്പോൾ അവളുടെ ശവമായിരിക്കുമോ കാണേണ്ടി വരിക, എൻ്റെ ദൈവമേ ഇനി ഞാൻ എങ്ങനെ അവിടെ കഴിയും, അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഭാമ ഇങ്ങനെ പേടിച്ച് പറിച്ചിങ്ങനെ ഇരിക്കും കേട്ടോ. ചന്ദ്രൻ ഇങ്ങനെ ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഭാമയെ നോക്കുമ്പോൾ ഭാമ ആലോചനയിലിരിക്കുന്നു. നീ എന്നെ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ നിനക്ക്. ഇല്ലില്ല, നിനക്കത് വെറുതെ തോന്നിയതാണെന്ന് പറഞ്ഞു ഭാമ. പക്ഷേ ചന്ദ്രയ്ക്ക് മനസ്സിലായി എന്തോ ടെൻഷൻ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സ്വാമിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഓട്ടോയിൽ ചെന്നിറങ്ങി പൈസ കൊടുത്തങ്ങ് പോരുമ്പോൾ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു, വീട്ടിൽ പോയാലോ? വീട്ടിൽ പോകാനോ? വീട്ടിലൊന്നും പോകണ്ട, ഇവിടെ എവിടെയെങ്കിലും പോയാൽ മതി, ഇവിടെ ബാത്റൂമൊക്കെ കാണുമെന്ന് പറഞ്ഞു. എനിക്ക് ടോയ്ലറ്റിലൊന്നും പോകണ്ട, അതെ 2 ഗസ്റ്റ് വരാമെന്ന് പറഞ്ഞു.
അതാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഭാമ പറയാം. അവർ വരുമ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിൽ മോശമല്ലേ, ഇത് നേരത്തെ പറയണ്ടായിരുന്നു, ഏതായാലും വന്നതല്ലേ, സ്വാമിയെ കണ്ടിട്ട് തിരിച്ചു പോയാൽ മതിയെന്ന് ചന്ദ്ര. നിങ്ങൾ പൊയ്ക്കോന്ന് പറഞ്ഞോട്ടോ കാരണം പറഞ്ഞു വിട്ടു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സ്വാമിയുടെ അടുത്തേക്ക് ചെല്ലുക. സ്വാമിയോടെ പൂജയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ആ സമയം സ്വാമി നല്ല ഉറക്കത്തിലാണ് തോന്നുന്നത്. എന്നാൽ പിന്നെ കിടന്നുറങ്ങിക്കൂടെ, എന്തിനാ ഇരുന്നുറങ്ങണേന്നൊക്കെ ചന്ദ്ര ചോദിക്കാം. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചന്ദ്ര ഭാമയോട് ചോദിക്കും. മിണ്ടാതിരിക്കും, സ്വാമി ഉറങ്ങല്ല, ധ്യാനിക്കുകയാണെന്ന് ഭാമ. അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, എൻ്റെ മോനെ ഞാൻ പൊന്നു പോലെ വളർത്തിയത്, അവൻ ആവശ്യത്തിൽ കൂടുതൽ വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യവും ഒക്കെ ഉണ്ട്. വലിയ വീട്ടിലെ ഒരു കോടീശ്വരിയായ പെണ്ണിനെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹമൊന്നും. അങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ട് അവനെ കിട്ടിച്ചു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അവൾ പണക്കാരിയല്ല, ഒരു ദരിദ്രവാസിയാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പറയാം. ഭയങ്കര കരച്ചിൽ. ആ പെണ്ണ് ഞങ്ങളെ ചതിച്ചു സ്വാമി എന്നും പറഞ്ഞു ഭയങ്കര കരച്ചിലാട്ടോ. ഭാമ ഇതൊക്കെ കണ്ട് ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കിയിരിക്കുക. ആ സമയത്ത് എന്നിങ്ങനെ ഭാമയും മൂളി. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് അത് പറ. ആ പെണ്ണിനെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കി, എങ്കിലും അവൾ ഇപ്പോഴും അവൻ്റെ പുറകെ തന്നെ ഇങ്ങനെ നടക്കുകയാണെന്ന് ചന്ദ്ര പറയാട്ടോ. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ ഭാമ ഇങ്ങനെ പേടിച്ചിരിക്കുന്നു. അവരിനി ഒന്നിച്ച് കഴിയരുത് സ്വാമി, രണ്ടുപേരെയും പിരിക്കണം. അപ്പോൾ ഒരമ്മ വന്ന് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്വാമി വിചാരിക്കരുത്. അപ്പോൾ ഇതിവിടെ പുതിയ കാര്യമൊന്നും അല്ല. അമ്മമാർ വന്ന് മകനെയും അവൻ്റെ ഭാര്യയെയും പിരിക്കണം എന്നൊക്കെ പറയും. ഭാര്യമാർ വന്ന് ഭർത്താവിനെയും അവൻ്റെ അമ്മയെയും പിരിക്കാനായിട്ട് പറയും. അമ്മമാരും അതുപോലെ ആൺമക്കളുടെ ഭാര്യമാരുമാണ് ഇവിടെ കൂടുതൽ വരാറായിട്ടുള്ളതെന്നൊക്കെ സ്വാമി പറയാം. അത് കേട്ടപ്പോൾ സ്വാമി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ മോനെ മയക്കെടുത്ത് അവളുടെ കൂടെ കൊണ്ടുപോകും സ്വാമി. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരെയും എനിക്ക് രണ്ടാക്കി തരണം സ്വാമി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുക. എന്നിട്ട് ചരടും ഒക്കെ എടുത്തു, കയ്യിൽ ഇങ്ങനെ എന്തൊക്കെയോ വെച്ചു, കുറേ പ്രാർത്ഥിച്ചു. എന്നിട്ട് അത് ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുത്തു. ഭാമ ഇതൊക്കെ കണ്ട് പേടിച്ചരണ്ട ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഈ ഏലസ് അവൻ്റെ കൈമുട്ടിന് മുകളിൽ വസ്ത്രം ധരിച്ചാൽ മറ്റാരും കാണാത്ത സ്ഥലത്ത്, അതായത് ഇവിടെ കെട്ടിക്കൊടുക്കണമെന്നും പറഞ്ഞ് സ്ഥലവും കാണിച്ചു കൊടുത്തു. ആ ഒരു നിമിഷം മുതൽ അവൻ അവൻ്റെ ഭാര്യയെ വെറുക്കാൻ തുടങ്ങുമെന്നും പറയുക. പെട്ടെന്ന് തന്നെ അവർ വേർപിരിയുന്ന കാര്യവും ഈ സ്വാമി പറയുന്നേ. അപ്പോൾ ഇത് കെട്ടിയത് കൊണ്ട് വേറെ മോശം കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ലല്ലോ അല്ലേ, നിങ്ങൾ ഈ ചെയ്യുന്നതിനേക്കാൾ വേറെ എന്ത് മോശം നടക്കാനാണെന്ന് സ്വാമി ചോദിക്കുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞുകൊണ്ടിരിക്കുക ചന്ദ്രൻ. അപ്പോൾ ശരി സ്വാമി, വളരെ നന്ദിയുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പോണു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫീസും ചോദിച്ച് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഭാമയ്ക്ക് ടെൻഷൻ കാരണം ഒരു രക്ഷയിലായിരുന്നു. എന്നിട്ട് ഇരിപ്പ് കുറയ്ക്കുന്നില്ല. അപ്പോൾ ഭാമയുടെ മുഖത്തെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പം തനിക്ക് എന്തോ മനപ്രയാസം ഉള്ളതുപോലെയാണല്ലോ എന്ന് ഭാമയോട് നേരം ചോദിക്കായി സ്വാമി. മനപ്രയാസം മാറ്റുന്ന ഏലസ് വേണമെന്ന് ചോദിക്കുമ്പം വേണ്ടി വരും സ്വാമി, ഞാൻ പിന്നീട് വന്നേക്കാവെന്നും ഇപ്പോൾ വേണ്ടാന്നും ഭാമ പറയാം. ഷോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ച് അവർ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഒന്നുകൂടി വരേണ്ടി വരുമെന്ന് പറഞ്ഞ് പോണ വഴിക്ക് ഭാമയോട് ചന്ദ്ര പറയാം. അതെന്തിനാ എന്ന് ചോദിക്കുമ്പോൾ വേറൊരു ചേട്ടൻ, ചേച്ചി അവിടെ തിരക്കുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല, പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അന്നേരം നമുക്കേ ഇനി സച്ചിയും രേവതിയും പിരിക്കാനുള്ള ആ ഒരേല സൂടി വാങ്ങണമെന്ന് ചന്ദ്ര പറയാട്ടോ. അതെന്നിട്ട് അവൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കണമെന്ന്. അവനപ്പോൾ അവളെ വെറുക്കാൻ തുടങ്ങും, ഉപേക്ഷിക്കുമെന്നൊക്കെ ചന്ദ്ര. രണ്ടും രണ്ട് വഴിക്കാകും. അന്നേരം ചന്ദ്രൻ, നമ്മൾ വന്ന ഓട്ടോ വിടണ്ടായിരുന്നു, എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണമെന്നും നീ ഒരു ഓട്ടോ ബുക്ക് ചെയ്ത് തരാനും ഭാമ പറയാട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോകാൻ നോക്കുക. ഈ സമയത്ത് ഭാമ ശ്രുതിയെ വിളിക്കുവാണ് പേടിച്ചിട്ട്. പിന്നെ കാണിക്കുന്നത് അവർ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു. ആ സമയത്ത് ശ്രീകാന്ത് വർഷയോട് നിനക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല, എനിക്കൊരു അസ്വസ്ഥത തോന്നുന്നില്ല, അതിനുശേഷം വൊമിറ്റ് ചെയ്തില്ലല്ലോ, ഫുഡ് പോയ്സൺ ആയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർഷ പറയാം കേട്ടോ. ഡോക്ടർക്ക് അതിനുള്ള മെഡിസിനൊക്കെ എഴുതി തന്നാൽ പോരെ, ഈ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. വെറുതെ നമ്മുടെ സമയം കളയാനുള്ള ഓരോരോ ഏർപ്പാടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ശ്രീകാന്ത് ചിരിച്ചു. ഒരു പേഷ്യൻറ്റിന് കിട്ടിയാൽ മാക്സിമം ഊറ്റിയിട്ടേ വിടുകയുള്ളൂ എന്നൊക്കെ. ഇതൊക്കെ കണ്ടാൽ ഞാൻ ഹോസ്പിറ്റലിൽ വരാനായിട്ട് മടിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ വർഷ പറയുമ്പം നമുക്ക് പരിചയമുള്ള ഡോക്ടറല്ലേ, കാശിന് വേണ്ടിയൊന്നും ആയിരിക്കില്ലെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുന്നു. ഈ സമയത്ത് വർഷയും ശ്രീകാന്തിനെ ഡോക്ടർ വിളിപ്പിച്ചു. അപ്പോൾ വർഷ അങ്ങോട്ടേക്ക് കയറി വന്നു. വർഷ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ വർഷ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയുടെ ആ ഒരു പേപ്പറും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. വർഷ ഇങ്ങനെ ആകെ പേടിച്ചിരിക്കും കേട്ടോ. ആ സമയം ഡോക്ടർ ഭയങ്കര ഒരു ചിരിയോടുകൂടി എനിക്ക് ചില സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതെന്ന് അദ്ദേഹം പറയാം. അപ്പോൾ എന്താ ഡോക്ടർ? അപ്പോൾ ഗുഡ് ന്യൂസാണ് വർഷേ, അപ്പോൾ രണ്ടുപേരോടും ഒരുമിച്ച് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്തിനോട് അകത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ശ്രീകാന്ത് വന്നു. അപ്പോൾ വർഷ എന്താ ഡോക്ടർ എന്ന് ചോദിച്ചിട്ട് വർഷ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വർഷ താനൊരു അമ്മയാകാൻ പോകുന്നു ഈ ഡോക്ടർ പറഞ്ഞു, താൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും വർഷയുടെ കൈയും കാലും മരച്ചു. വർഷ പേടിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്.
വർഷയ്ക്ക് പേടിയായി. അപ്പോൾ ഇത് കേട്ടിട്ടും തൻ്റെ മുഖത്തെന്തോ ഒരു സന്തോഷമില്ലാത്തതെന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും വർഷയ്ക്ക് ആകെ അയ്യോ സന്തോഷം ഇല്ലാതിരിക്കുമോ ഡോക്ടർ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ അതാ എന്നും പറഞ്ഞിരിക്കുക. അപ്പോൾ സന്തോഷമായി ഡോക്ടർ, ഒരുപാട് സന്തോഷമായി എന്നും പറഞ്ഞു വർഷ ഇങ്ങനെ പറയുന്നു. അപ്പോൾ നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ശ്രീകാന്തിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മെഡിസിനും കാര്യങ്ങളൊന്നും എഴുതുന്നില്ല, താനൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഡോക്ടർ ശ്രീദേവി ഉണ്ട്, അവരെ കണ്ടാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ഡോക്ടറാണെന്നും പറഞ്ഞു. അപ്പോൾ ആ ശരി ഡോക്ടർ, ഞാൻ കണ്ടോളാം ഡോക്ടർ, താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം അവിടെ നിന്ന് ഇറങ്ങുക. അപ്പോഴത്തേക്കും ശ്രീകാന്തിന് കോൾ വരുന്നു. ശ്രീകാന്ത് ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് വർഷം പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ വർഷം വന്നിട്ട് ഇങ്ങനെ ആകെ കിളി പോയതുപോലെ അങ്ങനെ ഇരിക്കും കേട്ടോ. വർഷയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, സ്തംഭിച്ചിങ്ങനെ ഇരിക്കുക നമ്മുടെ വർഷ. ആ സമയത്ത് ആ ഡബ് ചെയ്ത് ആ ഒരു കാര്യമാണ് നമ്മുടെ വർഷം ആലോചിക്കുന്നത്. അങ്ങനെ തല മരച്ചിരിക്കുന്ന നമ്മുടെ വർഷയെ ശ്രീകാന്ത് കണ്ടപ്പോൾ നീ ഇപ്പോൾ ഒന്നൊന്ന് ചോദിച്ചു, നീ അത് വല്ലാതിരിക്കുന്നത് എന്താ എനിക്ക് പറ്റിയേ? അപ്പോൾ ഒന്നുമില്ല എനിക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞു വർഷ. ഈ റിപ്പോർട്ട് നോക്കിയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്? അത് ഫുഡ് പോയ്സൺ തന്നെയാണെന്നും വർഷം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെന്നും പറയണം. എന്നാൽ പിന്നെ മെഡിസിൻ വാങ്ങിക്കണ്ടേ പോകാമെന്ന് പറഞ്ഞപ്പം അയ്യോ വേണ്ട മെഡിസിനൊന്നും എഴുതിയിട്ടില്ല എന്ന് പറയാം. അല്ല ഇനി ഒമിറ്റ് ചെയ്താൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് 2 ഗുളിക തന്നിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ നിനക്കൊരു കുഴപ്പമില്ലല്ലേ, വാ പോകാമെന്നും പറഞ്ഞിങ്ങനെ അവരവിടുന്ന് പോകുക കേട്ടോ. നമ്മുടെ വർഷം എന്നിട്ട് പേടിച്ച് വിറച്ചാൽ പോകുന്നത്. ശ്രീകാന്തിനോട് പറയാനും പറ്റില്ല, എൻ്റെ ദൈവമേ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ആരും അറിയരുത്, വേദന സഹിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ദുഷ്ടൻ എന്നെ പറ്റിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ വർഷം ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ രേവതി അവിടെ ഇരുന്ന് പൂമാല കെട്ടിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് സച്ചി പിറകിൽ കൂടെ വന്ന് രേവതിയെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ വിട് സച്ചേട്ടാ ഇത് എന്നെ നീ കാണിക്കുന്നത്, ഇത് നിങ്ങളുടെ ഒരു ശീലമായിരിക്കും കേട്ടോ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി സച്ചിയുടെ പിറകെ ഓടിക്കുക സച്ചിയെ. അപ്പോൾ 2 പേരും കൂടെ ഓടാൻ നോക്കുന്ന സമയത്ത് അവർ ചന്ദ്ര കയറി വരിക. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. നാണമുണ്ടോ രണ്ടിനും? ചെറിയ പിള്ളേരാണെന്ന് അതിൻ്റെയൊക്കെ വിചാരം. എടീ നിനക്കടുക്കള ജോലിയൊന്നും ഇല്ലടി എന്ന് ചോദിച്ചുകൊണ്ട് രേവതിയോട് ചോദിക്കും. ഇല്ലമ്മേ എന്ന് പറഞ്ഞു. എടാ നിൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടോടാ എന്ന് ചോദിച്ചു കേട്ടോ അമ്മമ്മ സച്ചിയോട്. അപ്പോൾ ഇല്ല, അശോകനങ്ങളിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണെന്ന് രേവതി. അപ്പോൾ ശ്രുതി ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നോ? അത് പിന്നെ അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല. അന്നേരം വെറുതെ അല്ല കാറെടുക്കാതെ ഇവിടെ ഒരുത്തൻ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്, നാണം ഉണ്ടോളാം നിനക്കൊക്കെ? അന്നേരം ഇല്ല, നാണം മാത്രമല്ല മാനവും ഇല്ല എന്ന് നമ്മുടെ സച്ചി. രണ്ടും കണക്കാണെന്ന് പറഞ്ഞ ചന്ദ്ര. കണക്കല്ല ഹിസ്റ്ററി എന്ന് പറഞ്ഞ സച്ചി. അപ്പോൾ രേവതി അവിടെ നിന്ന് പോകുമ്പം അവിടെ നിൽക്കുക രേവതി ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞാൽ സച്ചി രേവതിയുടെ പിന്നാലെ പോകണം. ഇതുപോലൊരു പെൺകോന്തൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര എന്നിട്ട് ഇങ്ങനെ രണ്ടേ നോക്കി നിൽക്കാം. രണ്ടിൻ്റെ സന്തോഷം കണ്ടില്ലേ, ജീവിതം ആഘോഷിക്കാം. നടത്തി തരാം ഞാൻ ഒരേലസ് നിനക്ക് ഞാൻ കെട്ടിത്തരുന്നുണ്ടടാ. അന്ന് നീ അവളെ വെറുക്കാൻ തുടങ്ങും, നിൻ്റെ ഭാര്യയെ നിന്നെ ഉപേക്ഷിച്ച് പോകും, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അയ്യോ ഇത് കെട്ടി കൊടുക്കണം എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് അങ്ങ് പോകണം. എന്നിട്ട് പൂജാമുറിയിൽ കൊണ്ടുവന്ന് ഈ ഏലസ് എടുത്ത് വെക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് പൂജാമുറിയിൽ ഏലസൊക്കെ വെച്ച് ഭയങ്കര ഇതായിട്ട് ശ്രുതിങ്ങ് വരട്ടെ, ഏലസ് കെട്ടിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അതോടെ ശ്രുതിയെ അവൻ വെറുത്ത് തുടങ്ങുന്നു. ആ കള്ളി എൻ്റെ മോനിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോകുമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്വപ്നം കാണല ചേച്ചി. അവളെ ഡിവോഴ്സ് ചെയ്ത് പണക്കാരിയായ ഒരു പെണ്ണിനെ എൻ്റെ മോനെ കൊണ്ട് ഞാൻ കെട്ടിക്കുമെന്നൊക്കെ ചന്ദ്ര പറയാം കേട്ടോ. മലേഷ്യയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ ആ ഭാഗ്യം ആ പെണ്ണ് കൊണ്ടുവന്നോളും നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ രേവതി അവിടെ നിന്ന് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കാവോ ഡൈനിങ് ടേബിൾ. അപ്പോൾ ഏട്ടത്തി ഇവിടെ നിൽക്കുമായിരുന്നോ? ഞങ്ങൾ അവിടെയൊക്കെ തപ്പിയല്ലോ എന്ന് പറഞ്ഞു. എടാ ഡോക്ടർ എന്താ പറഞ്ഞേ, ഫുഡ് പോയ്സൺ തന്നെയാണോ? അപ്പം അതെ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേന്ന് രേവതി ചോദിച്ചപ്പം ഇല്ലാടത്തി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം വർഷ ഭയങ്കര ടെൻഷനില്ല, വർഷയുടെ മുഖത്താകെ സങ്കടമൊക്കെ. അപ്പോൾ വർഷേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി വർഷയെ വിളിച്ചു കേട്ടോ. ആ സമയത്ത് വർഷയ്ക്ക് രേവതിയുടെ മുന്നിൽ നുണ പറഞ്ഞ് ഇടിച്ചിരിക്കാൻ പറ്റില്ല. എന്താ നിനക്കൊരു ടെൻഷൻ പോലെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല, അത് ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാണെന്ന് വർഷ രേവതിയോട് പറയുക കേട്ടോ. അങ്ങനെ ഭയങ്കര ഇതായിട്ട് നമ്മുടെ വർഷ ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് ശ്രീകാന്തും രേവതിയും ഇങ്ങനെ വർഷയെ തന്നെ ഇങ്ങനെ നോക്കുക. ഒന്നും മിണ്ടാതെ വർഷ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി. എന്തു പറ്റിയിടാ അവൾക്ക്? വല്ലാതിരിക്കുന്നല്ലോ അവള്, ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്നെ പറ്റിയെന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് അറിയത്തില്ല എൻ്റെ ഏട്ടത്തി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെയാണെന്നും പിന്നെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് സാധാരണ പേഷ്യൻസിന് ടെൻഷൻ മാറുകയാണ് ചെയ്യുന്നത്, സന്തോഷമാവുകയും ചെയ്യും. ഇതിപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നതെന്ന കാര്യം ശ്രീകാന്ത് വർഷയെ പറ്റി പറഞ്ഞു. എടാ അതിന് ചിലപ്പം ചില കാരണങ്ങളുണ്ടാകാം, ജോലി സംബന്ധമായിട്ടുള്ളതൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ സ്റ്റുഡിയോയിൽ നിന്നും എല്ലാം വിളിച്ചിട്ടുണ്ടായിരിക്കും, അതൊക്കെ ആയിരിക്കാം. അവളെ സ്റ്റുഡിയോയിൽ നിന്നൊന്നും വിളിച്ചിട്ടില്ല എൻ്റെ ഏട്ടത്തി, എന്താ പറ്റിയതെന്ന് എനിക്ക് അറിയത്തില്ല എന്നും പറഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ സങ്കടം പറയാം രേവതിയോട്. എന്തായാലും നീ അത് വിട്, അത് ശരിയായിക്കോളും. നിനക്ക് വിശക്കണില്ലേ?
വന്ന് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു. പിന്നെ അവളെയും കൂടെ വിളിക്കുക, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നും വേണ്ട ഏട്ടത്തി, റെസ്റ്റോറൻറ്റിൽ പോകണം, അവിടെ തന്നെ വിളിച്ചായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നു. രേവതി ഇങ്ങനെ അവിടെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ ടാറ്റാ.